വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയയുടെ മോചനത്തിനായി നയതന്ത്ര സംഘത്തിന് യമനിലേക്ക് പോകാൻ അനുമതിയില്ല. ആക്ഷൻ കൗൺസിലിന്റെ ആവശ്യം കേന്ദ്ര സർക്കാർ തള്ളി. സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തി അനുമതി നൽകാൻ കഴിയില്ലെന്ന് കേന്ദ്രം അറിയിച്ചു. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിനായി നയതന്ത്ര സംഘത്തിന് യമനിലേക്ക് പോകാൻ അനുമതിയില്ല. സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തി ആക്ഷൻ കൌൺസിലിന് അനുമതി നൽകാൻ കഴിയില്ലെന്ന് അറിയിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഗൾഫ് മേഖലയുടെ ചുമതലയുള്ള കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഡയറക്ടറാണ് ഇക്കാര്യം ആക്ഷൻ കൌൺസിലിനെ അറിയിച്ചത്. 6 നയതന്ത്ര സംഘത്തിന് യമനിലേക്ക് പോകാൻ അനുമതി നൽകണമെന്നായിരുന്നു ആക്ഷൻ കൌൺസിലിന്റെ ആവശ്യം. സേവ് നിമിഷപ്രിയ ആക്ഷൻ കൌൺസിലിൽ നിന്ന് 2 പേരെയും കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ പ്രതിനിധികളായ 2 പേരെയും കേന്ദ്ര സർക്കാരിന്റെ 2 പ്രതിനിധികളെയും നയതന്ത്ര ചർച്ചയ്ക്ക് പോകാൻ അനുവദിക്കണമെന്നായിരുന്നു ആവശ്യം. യമനുമായി ഇന്ത്യയ്ക്ക് നയതന്ത്ര ബന്ധമില്ലെന്നും ഇന്ത്യൻ എംബസി യമനിലെ സനായിലായിരുന്നു പ്രവർത്തിച്ചിരുന്നതെന്നും സുരക്ഷ മുൻനിർത്തി അത് UAE-യിലേക്ക് മാറ്റിയെന്നും കേന്ദ്രം വ്യക്തമാക്കി. നിലവിൽ റിയാദിലാണ് ഇന്ത്യൻ എംബസി പ്രവർത്തിക്കുന്നതെന്നും നയതന്ത്ര സംഘത്തിന്റെ സുരക്ഷ പ്രധാനമാണെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു. മോചനശ്രമത്തിൽ ചർച്ച നടത്താൻ നിമിഷപ്രിയയുടെ കുടുംബത്തിനും കുടുംബം നിയോഗിക്കുന്നവർക്കും മാത്രമേ കഴിയൂ എന്നും കേന്ദ്രം പറഞ്ഞു. നിമിഷപ്രിയയുടെ മോചനം സങ്കീർണമായ വിഷയമാണെന്നും സർക്കാർ സാധ്യമായ എല്ലാ സഹായവും നൽകുന്നുണ്ടെന്നും വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കാൻ തീരുമാനമായെന്ന തരത്തിൽ പ്രചരിച്ച വാർത്തകളിൽ പ്രതികരണവുമായി കൊല്ലപ്പെട്ട യമൻ പൌരൻ തലാലിന്റെ സഹോദരൻ രംഗത്ത് വന്നിരുന്നു. വധശിക്ഷ നീട്ടിവെച്ചു എന്നതിനർത്ഥം വിധി റദ്ദാക്കിയെന്നല്ലെന്നാണ് അബ്ദുൽ ഫത്താഹ് മഹദി പറഞ്ഞത്. ശിക്ഷ നടപ്പാക്കുന്നത് നീട്ടിവെക്കുന്നത് അസാധാരണമോ അത്ഭുതമുണ്ടാക്കുന്നതോ ആയ സംഭവമല്ലെന്നും സമാനമായ പല കേസുകളും സംഭവിക്കുന്നതുപോലെ സ്വാഭാവിക നടപടിയാണെന്നും അബ്ദുൽ ഫത്താഹ് മഹദി പറഞ്ഞിരുന്നു. നാഷണൽ ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.